ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദി ലാസ്റ്റ് ഗോസ്പൽ യൂട്യൂബ് ചാനലിൻ്റെ 2023 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും അനുഗ്രഹങ്ങളുടെയും സന്ദേശങ്ങൾ പരസ്പരം നമ്മൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും വരാൻ പോകുന്ന നാളുകളെക്കുറിച്ച് യാതൊരു വിശദാംശങ്ങളും നമുക്ക് അറിവില്ല എന്നതിനാൽ ആശങ്കകളും ഇല്ലാതില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരുന്നത് ഭാവിയെ സംബന്ധിച്ച് ഭീതിതങ്ങളായ അസാധാരണങ്ങളായ പ്രതിസന്ധികളായിരുന്നു. അത്തരം വാർത്തകളും അവയുടെ വിശകലനങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വേദഭാഗം എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. ആ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായമാണ്. പ്രസ്തുത വേദഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് ലഭിച്ച സന്ദേശം ആധുനിക ലോകത്തിൻ്റെ വർത്തനാരീതിയിൽ മനോഭാരമുള്ള ഏവർക്കും പ്രത്യാശയും ബലവും നൽകും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളുമായി അത് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശ നശിച്ച ഒരു കാലത്ത് നിരാശ തോന്നുന്ന ജീവിതാനുഭവങ്ങളുടെ നടുവിൽ നാം ധ്യാനിക്കുന്ന ഈ അധ്യായത്തിൽ നിന്നും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിന് ഞാൻ നൽകുന്ന തലക്കെട്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നതാണ്. ആ തലക്കെട്ട് തന്നെ നമുക്ക് പ്രത്യാശ നൽകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തെ ഗോസ്പൽ വിത്തിൻ ദ ഗോസ്പൽ, സുവിശേഷത്തിനുള്ളിലെ സുവിശേഷം എന്നാണ് ചില വേദപണ്ഡിതർ വിശേഷിപ്പിക്കുന്നത്. മറ്റു ചിലരാകട്ടെ ഗോഡ്സ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രയോഗങ്ങളൊക്കെ ഈ വേദഭാഗത്തിലെ പ്രത്യാശയുടെ സന്ദേശത്തെക്കുറിച്ച് സൂചന നൽകുന്നവയാണ് എന്നതിൽ തർക്കമില്ല. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വെറുക്കുന്ന രണ്ടു കൂട്ടം ആളുകളാണ് ഇവർ. ഒന്ന് ചുങ്കക്കാർ, റോമ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്ന യഹൂദരായ ഉദ്യോഗസ്ഥരാണ് ഈ കൂട്ടർ. തങ്ങളെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഒരു വിദേശ ശക്തിയുടെ സേവകർ എന്ന നിലയിൽ അവരെ ദേശദ്രോഹികളായാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. മാത്രമല്ല, അവരിൽ പലരും തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത് യഹൂദരെ വല്ലാതെ ചൂഷണം ചെയ്യുമായിരുന്നു. അതിനാൽ അവരെ വെറുപ്പോടെയാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. അവരിൽ ഒരാളായിരുന്ന സഖായിയെ നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ. 2 പാപികൾ. ന്യായപ്രമാണം അനുസരിക്കാത്തവർ എല്ലാം യഹൂദരെ സംബന്ധിച്ചിടത്തോളം പാപികളുടെ ഗണത്തിൽപ്പെട്ടവരാണ്. യഹൂദന്മാരായാൽ പോലും തങ്ങളുടെ തൊഴിലിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ന്യായപ്രമാണം പാലിക്കാൻ കഴിയാത്തവരെയും ഈ ഗണത്തിലാണ് യാഥാസ്ഥിതികരായ യഹൂദർ ഉൾപ്പെടുത്തിയിരുന്നത്. ഉദാഹരണം, ആട്ടിടയന്മാർ. ചുരുക്കത്തിൽ അന്നത്തെ യഹൂദ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന 2 കൂട്ടം ആളുകളായിരുന്നു അവർ. അവരാണ് ഇപ്പോൾ വചനം കേൾപ്പാൻ യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. യേശുവിൻ്റെ ജനന സമയത്ത് യഹൂദന്മാർ
അവരുടെ മാത്രം രക്ഷകനായ മശിഹായെ കാത്തിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പുറംപറമ്പിൽ കഴിഞ്ഞിരുന്ന ആട്ടിടയന്മാരോട് യേശു കർത്താവിനെ കുറിച്ച് ദൈവദൂതൻ പറഞ്ഞ വാചകം സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് യേശു ജനിച്ചതും ജീവിച്ചതും. സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ചും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ, പാവപ്പെട്ടവരോടും തള്ളപ്പെട്ടവരോടുമൊക്കെ പക്ഷം ചേരുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത്. നിലവിലിരുന്ന മതബോധത്തിനും ആത്മബോധത്തിനുമൊക്കെ ബദലായ ഒരു അനുഭവമായിരുന്നു അത്. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ലേവി എന്ന ചുങ്കക്കാരനെ ചുങ്കസ്ഥലത്ത് നിന്ന് വിളിക്കുന്നതായി നാം കാണുന്നുണ്ട്. ലൂക്കോസ് 5:27. യേശുവിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടതിനാൽ സകല വിഭാഗം ജനങ്ങളും യേശുവിനെ ശ്രദ്ധിക്കുകയും അവൻ്റെ വചനങ്ങൾ കേൾക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് സമൂഹത്തിൽ അംഗീകാരമില്ലാതിരുന്നവരായ ആളുകളൊക്കെ ഈ അവസരം തക്കത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ്. മിക്ക മനുഷ്യർക്കും സുബോധം വരുന്ന ഒരു സമയമുണ്ട്. ജീവിതത്തിൻ്റെ നിരാശകളിൽ നിന്നും നികൃഷ്ട അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടണം എന്ന ഒരാഗ്രഹം ഉണ്ടാവുന്ന അവസരമാണ് അത്. വേദപുസ്തകത്തിൽ നമുക്ക് പല ഉദാഹരണങ്ങളും കാണാവുന്നതാണ്. സഖായി എന്ന ചുങ്കക്കാരൻ അത്തിയിലകളുടെ മറവിലിരുന്നെങ്കിലും യേശുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നു. മുടിയൻ പുത്രൻ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ചെറുപ്പക്കാരൻ തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പരാജയപ്പെട്ടപ്പോൾ സുബോധമുള്ളവനായി മാറുകയാണ്. യേശുവിനൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളൻ ജീവിതത്തിൻ്റെ അവസാന നിമിഷം സുബോധമുള്ളവനായി പറുദീസയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഒരിക്കൽ പോലും ബോധം വരാത്ത പല മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അന്നത്തെ സമൂഹത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട ചുങ്കക്കാരും പാപികളും അവിചാരിതമായി തുറന്നു കിട്ടിയ ഒരവസരത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. അവർ വചനം കേൾക്കാനായി യേശുവിൻ്റെ അടുത്ത് വരികയാണ്. എന്നാൽ മതത്തിൻ്റെ കാവൽക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരും അതിൽ അസ്വസ്ഥരാകുന്നതായി നാം അവിടെ വായിക്കുന്നുണ്ട്. വാക്യം 2. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് കൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. വാസ്തവത്തിൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, പാപികളുടെ സ്നേഹിതൻ എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത്. എന്നാൽ യേശു അവരുടെ പരിഹാസത്തെ അഭിമാനത്തോടെ ഏറ്റെടുക്കുകയാണ്. യേശുവിനോട് എക്കാലത്തും ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അകൽച്ചയായിരുന്നു, വിരോധമായിരുന്നു. യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ച നസറത്തിലെ പള്ളിയിൽ വെച്ച് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന ഭാഗം വായിച്ച് അവൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്നാണ്. ഉടനെ പള്ളിയിലുള്ളവരെല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചുവെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 4:28-29 വാക്യങ്ങൾ. പിന്നീട് എത്രയോ പ്രാവശ്യം യേശു ഈ കൂട്ടരോട് പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത് എന്നാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വൃഥാഭിമാനത്തെ യേശു പരിഹസിക്കുന്നുണ്ട്.
പാപി എന്ന് മുദ്ര കുത്തപ്പെട്ടവൻ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലുണ്ടാവുന്ന സന്തോഷത്തെപ്പറ്റി യേശു വാചാലനാകുന്നുമുണ്ട്. മാത്രമല്ല, സ്വർഗരാജ്യത്തിലെ വിരുന്നിലേക്ക് ഇടത്തെരുക്കളിലും വേലികൾക്കരികെയും നിന്ന് ദരിദ്രന്മാരെയും അംഗഹീനന്മാരെയും കുരുടന്മാർ, മുടന്തന്മാർ തുടങ്ങി കണ്ടവരെ മുഴുവൻ വിളിച്ചുകൊണ്ടുവന്ന കല്യാണശാല നിറയ്ക്കുന്ന ഒരു രാജാവിനെയും നാം കാണുന്നുണ്ട്. ഇത് ജീവിതത്തെക്കുറിച്ച് പാപബോധമുള്ള അല്ലെങ്കിൽ ശരിയായ ബോധ്യമുള്ള ആർക്കും വലിയ പ്രത്യാശ നൽകുന്ന ഒരു സത്യമാണ്. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം, ഞാനും ആ കൂട്ടത്തിലാണല്ലോ എന്ന്. ഓർക്കുക, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. തുടർന്ന് അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കോസ് ഒന്നിന് പിറകെ ഒന്നായി നഷ്ടപ്പെടലിനെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചുമുള്ള ഉപമകൾ പറയുകയാണ്. ഈ ഓരോ ഉപമയും ശ്രദ്ധിച്ചു വായിച്ചാൽ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലെ നഷ്ടപ്പെടലുകളെക്കുറിച്ചും അവിടെയെല്ലാം നഷ്ടപ്പെട്ടതിനെ തേടിയെത്തുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കാണാം. നാം ആയിരിക്കുന്ന ആധുനിക ലോക സാഹചര്യങ്ങളിൽ മനുഷ്യ ജീവിതങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ തരം നഷ്ടപ്പെടലുകളെക്കുറിച്ച് പ്രസ്തുത ഉപമകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയ ആടിനെക്കുറിച്ചും 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയെക്കുറിച്ചും 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വീട് വിട്ടുപോയ ഇളയ മകനെക്കുറിച്ചും 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ മനസ്സകന്നു പോയ സഹോദരനെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം നഷ്ടപ്പെടലിൻ്റെ കാരണങ്ങളും വലിയ സന്തോഷം തരുന്ന ആഘോഷങ്ങൾക്ക് കാരണമാകുന്ന വലിയ വീണ്ടെടുപ്പിൻ്റെ സുവിശേഷവുമാണ് നാം ദർശിക്കുന്നത്. ഈ ഉപമകളുടെ എല്ലാം പ്രധാന ആശയം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് ഇനി വരുന്ന ചില എപ്പിസോഡുകളിലൂടെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന പ്രത്യാശയുടെ വചനം നമുക്ക് ധ്യാനിക്കാം. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, ധ്യാനിക്കുക, സ്നേഹിതരുമായി പങ്കുവയ്ക്കുക. താങ്ക് യു. God bless you all. P.P. Thomas Sachin.